സ്റ്റോറി നല്ല കോമഡി ഒക്കെ ഉണ്ട്. കാലഘട്ടത്തിന് പറ്റിയ നല്ല അടിപൊളി സ്റ്റോറി, നല്ല കോമഡി ഒക്കെ ഉണ്ട്. കൊള്ളാം. ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയാണോ? കുഴപ്പമില്ല. നല്ല അത്യാവശ്യം നല്ല കോമഡി. ത്രൂ ഔട്ട് ചിരിക്കാനുണ്ടോ? ത്രൂ ഔട്ട് ഇല്ല, എന്നാലും കുഴപ്പമില്ല. നല്ല കോമഡി ഉണ്ട്. സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? സ്ക്രിപ്റ്റും കൊള്ളാം, നൈസാണ്. 25 സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ത്രില്ലറും സസ്പെൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു കോമഡി ആയിട്ട് സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് വരെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു മൂവിയാണ് ഇത് ഒരു ജാതി ഒരു ജാതകം. അതെ, ഒരു സിനിമയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ 8-10 മിനിറ്റ് ഒന്നും നീട്ടിക്കൊണ്ട് പോകുന്നില്ല. പെട്ടെന്ന് കാര്യം പറഞ്ഞേക്കാം. ഇത്രേ ഉള്ളൂ. ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ കണ്ടിട്ട് അതിലെ കോമഡി രംഗങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ സിനിമയിലെയും കോമഡി രംഗങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവം പ്രോഗ്രാം കണ്ട് നിങ്ങൾ ചിരിക്കാറുണ്ടോ? ഉണ്ട് എങ്കിൽ ഈ സിനിമയിലെ കോമഡി രംഗങ്ങൾ നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കും. ഈ സിനിമ മനഃപൂർവ്വം 2-3 തരത്തിലുള്ള ആളുകളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത്. ആദ്യത്തെ ആളുകളെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഓവറായിട്ടുള്ള പുരോഗമനവാദികൾ. അടുത്തത് നക്ഷത്രത്തിൻ്റെയും ജാതകത്തിൻ്റെയും പേരിൽ സ്വന്തം ഭാവി നശിപ്പിക്കുന്ന കുറേ ആളുകളും മക്കളുടെ ഭാവി നശിപ്പിക്കുന്ന കുറേ മാതാപിതാക്കൾക്കിട്ടും ഒരു കൊട്ടു കൊടുത്തിട്ടുണ്ട്. ജാതകത്തിൻ്റെ പേരിൽ ഒരുപാട് വിവാഹാലോചനകൾ മുടങ്ങിപ്പോയ യുവാക്കൾക്ക് അവരുടെ അച്ഛനും അമ്മയെയും നിർബന്ധപൂർവ്വം കൊണ്ട് കാണിക്കാൻ പറ്റിയ ഒരു സിനിമയാണിത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള സിനിമകളിലെയും പ്രോഗ്രാമുകളിലെയും കോമഡി രംഗങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ വിത്ത് ഫാമിലി പോയി കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണത്. ഹായ് ഓൾ, ഒരു ജാതി ജാതകം. എം മോഹനനാണ് ഡയറക്ടർ. നമ്മുടെ കഥ പറയുമ്പോൾ അരവിന്ദൻ്റെ ഇതുകൾ അതിൻ്റെയൊക്കെ ഡയറക്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ വിനീത് ശ്രീനിവാസൻ കുറേ നാൾക്ക് ശേഷം ലീഡ് റോളിൽ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയോടെ തന്നെയാണ് പടത്തിന് കയറിയത്. പക്ഷേ പടത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല. കുറേ കോമഡി നമ്പർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ റീൽസിൻ്റെ അകത്തുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കോമഡി നമ്പർ അവിടെ ഇവിടെയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസൻ സൂപ്പറായിട്ട് ആ പുള്ളിയുടെ ഒരു മാനറിസം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു കോമഡി ഹ്യൂമർ എലമെൻറ്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും ബിലോ പാറായി. കാരണം കുറേ റിപ്പീറ്റഡ് സീക്വൻസും പിന്നെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്തൊക്കെയോ കാണിച്ച് വെച്ച് അവിയൽ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. അത് ഒട്ടും കൺവിൻസിങ് അല്ലാത്തൊരു ക്ലൈമാക്സും സെക്കൻഡ് ഹാഫ് ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ ടോട്ടാലിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും കൺവിൻസിങ് ആവാത്തൊരു മൂവി. അവിടെ ഇവിടെയുള്ള കോമഡിക്ക് വേണ്ടി മാത്രം പടം വേണം കാണാൻ കാരണം. ഇപ്പം നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ചുമ്മാ ഒരു കോമഡി പടം കാണാൻ കാരണമെങ്കിൽ പോയി കാണാം. അതല്ലെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് ഫോർ OTT റിലീസ്. അപ്പോൾ അതാണ് ഒരു ജാതി ജാതകം. ഇപ്പോൾ നിങ്ങൾ പടം കാണാൻ പോകുന്നുണ്ടെങ്കിൽ കാണാൻ. കണ്ടിട്ട് അഭിപ്രായം വരെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ